അപ്പോൾ ഈ അടുത്ത് സാറ് ക്ലാസ് എടുക്കുമ്പോൾ സാറ് പറഞ്ഞിരുന്നു, ഷിബിലി സാർ ക്ലാസ് എടുക്കുമ്പോൾ സാർ പറഞ്ഞിരുന്നു നിങ്ങളെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞില്ലേ, ഇതോട്ട് തീർന്ന് കഴിഞ്ഞാൽ വേറെ എല്ലാവരും ഈ അടുത്ത് ഏപ്രിലാകുമ്പോഴത്തേനും എല്ലാവരും ഓരോരോ സ്ഥലത്തായിരിക്കും. അപ്പോൾ ശരിക്കും സങ്കടം വന്നു. ശരിക്കും ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ആരും ഇല്ലല്ലോ കാണാൻ. അപ്പോൾ ഇപ്പോൾ തന്നെ എൻജോയ് ചെയ്യാന്നുള്ളത് തന്നെ ലാസ്റ്റ് ഈ അടിപൊളി ട്രിപ്പ് ചെയ്യുന്നു. താങ്ക് യു. അസ്സലാമലൈക്കും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞാൻ ആദ്യം ഈ ട്രിപ്പിന് വരണ്ടെന്നൊക്കെ വിചാരിച്ചിരിക്കാൻ. എന്താ പറയട്ടെ, ഇത്രയും ഒരു റേറ്റിന് ഇങ്ങനത്തെ ഒരു ട്രിപ്പ് വെർത്താവോന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന് ഇവിടെ ആ ഒരു വൈബൊക്കെ ഇതാക്കി അപ്പാണ് ഇതാക്കിയത്. ഈ ട്രിപ്പ് വന്നിക്കില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും. അപ്പോൾ ഈ ട്രിപ്പ് നമുക്ക് കോർഡിനേറ്റർ ജലാൽ ഉസ്താദ്, ആഷിഖ് സാറ്, സിയാദ് സാറ്, പിന്നെ നമ്മളെ ക്യാൻവിഗാൻ്റെ മുതലാളിയാണോ, പിന്നെ നമ്മളെ പാറൂസിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാ പ്രാവശ്യവും ഒരുമിച്ച് എല്ലാം നല്ല ഇതിൽ. അപ്പം താങ്ക് യു ഗൈസ് ഫോർ എവറിത്തിങ്. എല്ലാവരും പറഞ്ഞ പോലെ ആ വാക്ക് പറയുന്നില്ല. പിന്നെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. ട്രിപ്പ് എവിടേക്ക് പോകണമെന്നല്ല കാര്യം, ആരുടെ കൂടെ പോകുന്നതാണ് കാര്യം. എനിക്ക് ഏറ്റവും മിസ്സായത് ബിലാലും പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ടൂർ ഭയങ്കര മിസ് ചെയ്യുന്നു തോന്നി. അപ്പോൾ പ്രത്യേകിച്ച് ഇജ്ലാലൊന്നും ഇല്ലാത്ത ട്രിപ്പ് ഇപ്രാവശ്യം ഇതാക്കാൻ പറ്റില്ല. എന്നിരുന്നാലും നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത്. ഇത് ഇജ്ലാലിന് എന്തായാലും കൊടുക്കണം. വീഡിയോ കാണിച്ചത് നമ്മളെ ഇജ്ലാലിനും ജുനീദ് സാറും ഇവരൊക്കെ ഇല്ലാത്തത് ഭയങ്കര ഒരു വിഷമമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവർ കോർഡിനേറ്റ് ചെയ്ത ടൂറും അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മൾ ടൂറിനാണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുത്തറിയാം. അപ്പോൾ കുറേ ആൾക്കാർക്കൊക്കെ നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ചില ആൾക്കാരുണ്ട് ഇപ്പോൾ എന്ത് വിളിച്ചാലും ഡാൻസ് കളിക്കാൻ വിളിക്കപ്പോൾ അപ്പോൾ അങ്ങനെ സൈഡിൽ നിന്നിട്ട് എന്തിന് അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവിടെ. അപ്പോൾ ഓരോക്കെ ഒന്ന് റയാനെ പോലത്തെ പിന്നെ നമ്മൾ അറിയാത്ത കുറേ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മളെ ഷാദിൽ നല്ലൊരു പാട്ടുകാരനാണ്, ഷാദിൽ നല്ല ഡാൻസറാണ്. ഇവരൊക്കെ ഒന്ന് മുമ്പോട്ട് വരുന്നില്ല, അത് മാത്രമാണ് അവിടെ പ്രശ്നം. കുരിനെ പറയുന്നത് കുരിൻ്റെ ഒരു സ്പെഷ്യൽ ഡാൻസ് ഉണ്ട്, എല്ലാവർക്കും അറിയില്ല ആ ഡാൻസ്. പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് അത് ഭയങ്കര ഡള്ളായിട്ടതിന് ഇത്രയും കാലം ഉണ്ടായത്. പക്ഷെ ഒരു ടൂറുണ്ട് അതെല്ലാം മാറ്റി മറിച്ച് നെർഗീസും സിതും അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഷംറിനെ അവർക്കൊക്കെ സ്പെഷ്യൽ താങ്ക്സ്. ട്രിപ്പ് വൈബാക്കിയ എൻ്റെ ഫോണുള്ളതുകൊണ്ടാണ് എത്ര അടിപൊളി ഫോട്ടോസ് എടുക്കുന്നത്. പിന്നെ 2 പാറൂസ് പിന്നെ നമ്മളെ സിയാദ് സാറ് ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ട്രിപ്പ് സ്പെഷ്യലായി മറക്കാൻ പറ്റാത്ത മെമ്മറീസ് തന്നതിന് എല്ലാവർക്കും നന്ദി. ഈ 2 കൊല്ലമായി നമ്മള് ഒരുമിച്ച് ടൂർ വന്ന്. കഴിഞ്ഞെല്ലാം വെച്ച് നോക്കുമ്പോൾ ആള് കുറച്ച് കുറവല്ലേ, എന്നാലും എനിക്ക് ഈ ഇപ്രാവശ്യം എനിക്ക് ഇഷ്ടമായത്. എന്നാൽ എല്ലാവരും
ഇൻഷാല്ലാ അടിപൊളിയാക്കുക. നാളെ രാവിലെയും കൂടെ അല്ലേ, CF ഒക്കെ രാവിലെ വെയിറ്റിംഗ് ആണ്. എല്ലാവരും അടിപൊളിയാക്കുക ഇൻഷാല്ലാ. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അല്ല ഞാൻ സ്കൂളിലേക്ക് വരുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം അറിയണ്, എക്സാം ഒക്കെ എഴുതിയതിനു ശേഷം അറിയണത് CBSE ആണ്. അല്ല പിന്നെ ഞാൻ 10 വരെ ഐഡിയലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഈ CBSE എന്ന് കേട്ടാലും അറിയാലോ, ഇവിടെ നിങ്ങൾ പഠിക്കണ മനസ്സിലാവില്ല, പുറത്ത് കേൾക്കാറില്ല. അപ്പോൾ ആ ഒരു ഫീൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. പക്ഷെ വന്നതിന് മനസ്സിലായി അങ്ങനെയൊന്നല്ല. അല്ല ഈ സ്കൂള് മാത്രം ഒരു എക്സെപ്ഷൻ ആണ്. പക്ഷെ CBSE അതല്ല, അങ്ങനല്ല, അങ്ങനെ പറയുള്ളൂ. അത്രേ ഉള്ളൂ. മാക്സിമം എൻജോയ് ചെയ്യാം. ലാസ്റ്റ് വർഷമല്ലേ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അസ്സലാമു അലൈക്കും. അപ്പോൾ 10th കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്ട്രൈറ്റ് പാത്തിൽ ഇങ്ങോട്ട് +1 ജോയിൻ ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ സയൻസിലാണ് ആദ്യം ഇവിടെ ജോയിൻ ചെയ്തത്. അങ്ങനെ സയൻസിലായ സമയത്ത് എൻ്റെ സീനിയേഴ്സ് ഇങ്ങനെ വരും. അങ്ങനെ സീനിയേഴ്സ് വന്നിട്ട് പറയും ഇയാസിൻ്റെ ബാച്ച്, അതേപോലെ നാസിൻ്റെ ബാച്ച് എന്നിട്ട് പറയും 10th കഴിഞ്ഞാൽ നിങ്ങളെ ലൈഫ് കഴിഞ്ഞടാ, ഇനി അങ്ങോട്ടൊന്നുമില്ല, +1 +2 പഠിക്കാൻ മാത്രമേ ടൈം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇത് കേട്ടപ്പോൾ എനിക്ക് ടെൻഷനായി. ഞാൻ എൻ്റെ 10th മുമ്പുള്ള ലൈഫ് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ഞാനതിങ്ങനെ ജീവിച്ചു പോയി, അത് കഴിഞ്ഞു. എനിക്ക് എല്ലാവരും ചുറ്റുള്ള എല്ലാത്തിനും പേടിയാണ്. 10th ഒരു സൈഡിൽ ഇങ്ങനെ ഒപ്പിച്ച് പോയതാണ്. ഇനി +1 ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല. അങ്ങനെ +1 വന്ന സമയത്ത് 2 പാർവതി മാമാരും എനിക്ക് ഗ്രോ ചെയ്യാൻ അവിടെ ഒരു സ്പേസ് തന്ന്, അത് ഞാൻ മുതലെടുത്ത് എന്താ പറയുക, അത് മുതലെടുത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര ഞാൻ ചെയ്ത്. എത്ര പറയണമെന്ന് അറിയില്ല, അവരോട് എന്നൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ ഇത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. എനിക്ക് വേറെ ആരും ഇതേപോലത്തെ ഒരു സ്പേസ് തന്നില്ല, അവർ മാത്രമാണ് എനിക്ക് അങ്ങനെ സ്പേസ് തന്നത്. അതിനെ ഉപേക്ഷിച്ച് ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യമുണ്ട് എന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് നമ്മൾ ചില സമയത്ത് നമ്മൾ തോന്നും നമുക്ക് മനം മറന്ന് അർമാദിക്കണോ, സമയമില്ല, അങ്ങനൊന്നുമില്ല. നമ്മളാ ഫ്ലോൻ്റെ ഒപ്പം പോവാ, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അസ്സലാമു അലൈക്കും. ട്രിപ്പ് നല്ല ട്രിപ്പാണ്. പിന്നെ അല്ല പറയാൻ നോക്കി, ട്രിപ്പ് നല്ല ട്രിപ്പാണ്. മഴയൊക്കെ പെയ്ത് ഡ്രസ്സൊക്കെ നന്നെ. പിന്നെ ഈ 2 ദിവസത്തെ സന്തോഷം, പിന്നെ ഇതൊക്കെ എല്ലാം നന്നങ്ങ് ഉണങ്ങിപ്പോയി. ഇനി നാളെ കൂടി നനയാനുള്ളൂ. ആളെ സ്കൂളിൽ പോയിട്ട് ഒറ്റക്കാട് താർന്ന് എല്ലാം പഠിച്ച് പഠിക്കാനൊന്നുമില്ല, എല്ലാം ഉണങ്ങിപ്പോയി. പിന്നെ ഇതന്നെ ഒരു മെമ്മറി ആയിട്ട് തന്നെ വെക്കണോ 2 ദിവസങ്ങള്. പിന്നെ എന്ത് വെക്കാനാ, കരയാനുള്ളൂ. ഇതൊക്കെ തന്നെ പോയി. പേടി എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം ട്രൈ ചെയ്യണം. അതിനാണ് പോകുന്നത്. ഫുള്ളി സെറ്റാണ്, മൈൻഡൊക്കെ ഫുള്ളി കൊണ്ട്. വെയിറ്റ് കാരണം 2 ഇട്ടിട്ടുണ്ട്. സേഫ്റ്റി കൂടുതൽ, പൊട്ടിപ്പോവും, ആ വയറ് പൊട്ടിപ്പോവും. അത് പേടിച്ചിട്ട് കുറച്ച് VIP മെമ്പേഴ്സിന് നല്ല അതെ, ബോംബെ ടൗണിന് മാത്രം. അസ്സലാമലൈക്കും. പ്രത്യേകിച്ച് ഇപ്പം എന്താ പറയാന്ന് അറിയില്ല. 10th വരെ CBSE പഠിച്ച് ഇനിയൊരു +1 +2 ഒരു ഗവൺമെന്റിലൊക്കെ പോയി ഇങ്ങനെ കുറച്ചില്ലാന്നൊക്കെ വിചാരിച്ചിട്ടാണ് സ്ട്രൈറ്റ് പതിക്ക് വന്നത്. അപ്പോൾ പറയാൻ പറഞ്ഞ പോലെ എക്സാം എഴുതിന് ശേഷം അറിയുന്നത് CBSE സ്കൂളാണിത്. പക്ഷെ ഞാൻ ഫസ്റ്റ് വന്ന പോലെക്ക് ഇപ്പോൾ ഞാൻ സത്യമാണെങ്കിൽ ഫസ്റ്റ് വന്നപ്പോൾ ജലാലുസൈന് റമിസാൻ ആ പരിസരത്ത് ഓടും, ഭയങ്കര പേടി നിൽക്ക്. അപ്പോൾ പിന്നെ അതിങ്ങനെ വന്ന് അവർ കൂടുതൽ എല്ലാവരും അടുപ്പം. അപ്പം മനസ്സിലായി പാവാണ് നമ്മളെ ഒരു CBSE സ്കൂളിൽ ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ ആഗ്രഹം അനുസരിച്ചിട്ട് ഏതൊരു ഏരിയയിലായാലും, ഇപ്പോൾ പഠിത്തം, ഇപ്പോൾ ആർട്സ്, സ്പോർട്സ്, ഏതൊരു ഏരിയയിലായാലും നല്ലൊരു സപ്പോർട്ട് ചെയ്തിട്ട് ഇത്രയും കുട്ടികളെ നല്ലൊരു സ്കൂൾ വേറെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.
ട്രിപ്പ് അടിപൊളി ട്രിപ്പായിരുന്നു. നമ്മൾ സിയാർ സാർ, ആഷിഖ് സാർ, ജലാൽ ഉസ്താദ്, പിന്നെ കാൻവിക ടീംസ് വളരെ നന്ദി. അടിപൊളി ട്രിപ്പ്. പിന്നെ ഈ ഒരു കാര്യം പറയാതെ എൻ്റെ ഈ വർഷം കംപ്ലീറ്റ് ആവില്ല. ഈ വർഷം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത്, ഞാൻ ഒരുപാട് വർഷങ്ങളായി ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റിസൾട്ട് വന്നത്, ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാവും നിന്നെ പഠിപ്പിച്ചു തന്നത്, അത് അണ്ടർ-19 സിയാദ് സാറിൻ്റെ ടീമിന് പോയി കളിച്ച് കപ്പെടുത്തപ്പോഴാണ്. കാരണം ഒരുപാട് വർഷം ഫുട്ബോൾ പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ല, ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. ഒരുപാട് ഞാൻ അന്ന് മുതൽ സിയാദ് സാറിൻ്റെ ടീമിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് മുതൽ സിയാദ് സാറ് ഓരോരോ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് എന്താ പറയുക നമുക്ക് മനസ്സിലാക്കി തന്നു വാട്ട് യു ആർ കേപ്പബിൾ ഓഫ് എന്നുള്ളത്. അതേപോലെ പിന്നെന്താ പറയുക, ആഷിഖ് സാറ് പിന്നെന്താ പറയുക, ഞാൻ വന്നന്ന് മുതൽ ഇന്ന് വരെ എന്താ പറയുക എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ഉസ്താദായി ജലാൽ ഉസ്താദ് എന്നോടെ നിലനിൽക്കും. ഞാനെന്ന് പറഞ്ഞാല് വേറെ തന്നെ ഒരു കൾച്ചറിന്ന് വന്നതാണ്. മുന്നേ ഉണ്ടായിരുന്നിടത്തുനിന്ന് ഇവിടെയുള്ള ഫ്രണ്ട്സിനെ കിട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ആക്ച്വലി ഫ്രണ്ട്ഷിപ്പ് എന്താന്ന് മനസ്സിലാക്കുന്നത്. കുറെ തല്ലും അതിൻ്റെ കൂടെ തന്നെ വൈബാക്കുന്നതും കുറെ പേരെ വെറുപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തോ അവിടെ ഉള്ള ഫ്രണ്ട്സ് അല്ല ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ എല്ലാവരും എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ട്രിപ്പ് ഇവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ട്രിപ്പ് ഒന്നുമല്ല, ഇത് വേറെ തന്നെ ഒരു ട്രിപ്പാണ് തന്നെ മനസ്സിലാക്കി. അസ്സലാമലൈക്കും. ഞാന് ഇങ്ങോട്ട് വന്നത് എൻ്റെ ഒരു കസിൻ ഉണ്ട്, എന്നോട് പറഞ്ഞു ഓൻ പറഞ്ഞു ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫ്രീ വൈഫൈ ആണ്, ഫോണാണ്, ടീച്ചേഴ്സൊക്കെ വൈബാ, പഠിക്കണ്ട. അത് കേട്ടപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തായാലും മുഞ്ചിഞ്ഞ് പഠിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ എന്ന് കരുതിയിട്ട് പഠിക്കാനും തുടങ്ങി. പിന്നെ ആദ്യമൊക്കെ ക്ലാസ്സിലിരിക്കുമ്പോ ഫസ്റ്റ് പാർവതി മാമിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു 2 കൊല്ലം പോയി. പിന്നെ മാം സംസാരിച്ചു. ആ ക്ലാസ് ഇപ്പോഴും ആ അടിപൊളിയിൽ പോകാൻ കാരണം പാർവതി മാമും ജുനൈദ് സാറും ആ ഉള്ള ആൾക്കാരും മൊത്തമാണ്. ഇല്ലെങ്കിൽ ആ ക്ലാസ് എന്നോ അടിച്ചു പിരിയേണ്ടതാണ്. അത്രയും ഒരു സപ്പോർട്ട് അവർ തന്നുകൊണ്ട് മാത്രമാണ് കൊമേഴ്സ് ക്ലാസ്സും ഒക്കെ അതുപോലെ തന്നെ സയൻസും +2 ഒക്കെ ഇങ്ങനെ പോണത്. സ്റ്റേറ്റ് പാത്തിന്റെ ഏറ്റവും വലിയൊരു നല്ലൊരു കാര്യം എന്താ ഞാൻ കണ്ടുവെച്ചാൽ ഒന്ന് ഫുഡ് എന്ന് വെച്ചാൽ അത്രയും നല്ല രുചിയുള്ള ഫുഡ് വേറെ എവിടെയും കിട്ടൂല. ഞാൻ ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച ആഷിഖ് ഭയങ്കര ജാടയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ല, പിന്നെ ആഷിഖ് സാറൊന്ന് പാവാണ്. അതുപോലെ തന്നെ സിയാദ് സാറ് എന്റെ ജീവിതത്തിൽ ഞാൻ വോളിബോൾ കളിക്കാത്ത ഒരാളായിരുന്നു. സാറ് കാരണം കൊണ്ട് ഞാൻ കളിച്ച് നല്ലൊരു പ്ലെയറായി. എന്നെ നല്ല സപ്പോർട്ട് ചെയ്തു. എന്നുവെച്ചാലും ഇത്രയും കാലം വന്ന ജേണിയിലല്ല ഞാൻ ഈ സ്പോർട്സ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മാറിയത്. അത് ഒരൊറ്റ ആള് കാരണം സിയാദ് സാർ തന്നെയാണ്. അതുപോലെ തന്നെ ജലാൽ ഉസ്താദ് ഇന്നേ വരെ ഞാൻ മുണ്ടിയിട്ടുണ്ടായിരുന്നില്ല +1 ഇതേപോലെ കാണുമ്പോൾ പേടിച്ചോടും. എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടുന്ന് വേഗം മണ്ടും. പക്ഷെ ഞാനൊരു ദിവസം ലീവ് ചോദിക്കാൻ വേണ്ടി ആഷിഖ് സാർ അടുത്തേക്ക് പോയി. അന്നാണ് എനിക്ക് ശരിക്കും ജലാൽ ഉസ്താദ് എന്താ മനസ്സിലായി. ഇത്രയും പാവപ്പെട്ടൊരു മനസ്സിലായി എനിക്ക് മനസ്സിലായി. മൂപ്പരാൾക്ക് കാര്യം മനസ്സിലാവും നമ്മൾ പറഞ്ഞു കൊടുത്ത. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് നല്ല ശരിക്കും നമ്മളെടുത്ത് അതെന്തുകൊണ്ടാ ഉസ്താദ് അത്രയും നല്ലൊരു മനുഷ്യനായോണ്ടല്ലേ. പിന്നെ പാർവതി മാം എനിക്ക് ഭയങ്കര ഇഷ്ടം. അക്കൗണ്ടൻസിക്ക് പാർവതി മാം ഉണ്ടായോണ്ട് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുന്നത്, ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ മാർക്ക് കിട്ടൂല. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പാർവതി മാം, ബെസ്റ്റി പാർവതി മാം മുട്ടായി തരൂല, പക്ഷെ എന്നാലും ബെസ്റ്റിയാ. ഓക്കെ, താങ്ക് യു. അസ്സലാമലൈക്കും. जब तेरी गली आया सच कभी नजर
അസ്സലാമു അലൈക്കും. ക്യാമ്പ് ഫയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, കുറച്ചുകൂടി വൈബാക്കണം. എല്ലാരും ഇത് കേടുന്നു ഇറങ്ങാം. അവിടെ കുറച്ച് ആൾക്കാർ സംസാരിക്കാം. ആ പാട്ട് പാട് അപ്പങ്കളം പാടം ഒറ്റയ്ക്ക് ഓക്കെ വേണ്ട. ഇങ്ങനെ ആരും വൈബില്ല പോയി. ഷാദിന് മാത്രമേ വൈബുള്ളൂ. ക്യാമ്പ് ഫയർ എല്ലാരും കുറച്ച് ആൾക്കാർ അവിടെ സംസാരിക്കാം, കുറച്ച് ആൾക്കാർ എന്തെങ്കിലും കാക്കാം. ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് പാർക്കിന് വന്ന 2 ട്രിപ്പും അടിപൊളിയായിരുന്നു. ഓൾമോസ്റ്റ് സെയിം ടീച്ചേഴ്സ്. സ്റ്റേറ്റ് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഇവിടെ വന്ന് എക്സാം എഴുതി പൊട്ടണം എന്ന് വിചാരിച്ച് എഴുതിയ എക്സാമാണ്. വല്ലാഹി പൊട്ടണം എന്ന് വന്ന് വിചാരിച്ച് എഴുതിയ എക്സാമാണ്. എങ്ങനെ കിട്ടിയ നിൽക്കും പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. ഇക്കറിയില്ല, പഠിച്ചവർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ടായിരുന്നത് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ദിവസം വന്ന് ഉച്ച വരെ ഷെബി സാർ എന്തെല്ലോ കാട്ടി. ഉച്ചയ്ക്ക് ശേഷം സെറ്റ്സ് ക്ലാസ് എടുക്കുക. ഞാൻ ഇക്ക് പറ്റില്ല, വൈകുന്നേരം തന്നെ പോയിട്ട് വാപ്പാടന്നെ ഇല്ല, സയൻസ് നടക്കൂല. പിന്നെ നോക്കുമ്പോ പിന്നുള്ള ഓപ്ഷൻ കൊമേഴ്സാ. കൊമേഴ്സിൽ പാർവതി മാം ജോലിനെ കുറിച്ചിട്ട് പഠിച്ചോനെ വന്ന സ്ഥലം മാറി കഴിഞ്ഞ് തീർന്ന്. അപ്പൊ ഞാൻ ഇന്റർവെല്ലിന് ഇറങ്ങിയിട്ട് ജിഫിനോ എന്നോട് ചോദിച്ചാ എന്താണ് ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം ഇങ്ങനെ വല്ല ഞാൻ ഇങ്ങനെ അപ്പത്തെ നമ്മളെ താഴ്ത്തത്തെ ഇതിലേന്നു. അവിടുന്ന് നോക്കിയപ്പോ പാർവതി മാമനം ഇങ്ങനല്ലേ എങ്ങനെ എന്തെങ്കിലും ആക്സിഡന്റാ ഇവരാരും ചിരിക്കൂല്ലേ. അപ്പത്തിന് ഷെബി സാർ എന്തല്ലോ കാട്ടോ, ഒന്നും മനസ്സിലാവില്ല. സെറ്റൊക്കെ ഫസ്റ്റ് സീസൺ തന്നെ വന്ന് ക്ലാസ് എടുക്കാം. അങ്ങനെ എങ്ങനൊക്കെ സാറിന് അന്നത്തെ നൗഫൽ സാറായിരുന്നു. നൗഫൽ സാറെ കൈയും കാലൊക്കെ പിടിച്ച് അങ്ങനെ കൊമേഴ്സിക്ക് മാറി. അങ്ങനെ കൊമേഴ്സിക്ക് വന്നപ്പോ അവിടെ കുറെ ജാട ടീംസ്. അങ്ങനെ ആരോടും സംസാരിക്കാതെ ഒരു നല്ല രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എന്താന്നല്ല പെട്ടെന്ന് വെച്ചിട്ടാണ് എല്ലാരും കൂടി മീൻസ് എല്ലാവരും തമ്മിൽ നല്ലൊരു കണക്ഷൻ വന്നേ. ഇവരെല്ലാവരും പറയുന്നുണ്ട് +2 കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് നമ്മളെ അവസാന ട്രിപ്പാണ്. എല്ലാം ഇനിയുണ്ട് 4-5 മാസം. എന്തായാലും നമ്മൾ ചിരിക്കാതെ കളിക്കാതെ പഠിച്ചുകൊണ്ട് പോകുന്നു. ഞാൻ എന്തായാലും അങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. അപ്പൊ ഇന്ന് കിട്ടുന്ന ഈ അവസരം മുതലാക്കാന്നല്ലാതെ നാളെ എല്ലാവരും ജീവിച്ചിരിക്കുമെന്ന് പോലും ഉറപ്പില്ല. അപ്പൊ ഇന്ന് കിട്ടുന്ന ഈ അവസരം മുതലാക്കാം. അതിനിങ്ങനെ തൂങ്ങി ഉറങ്ങിയിരിക്കാതെ ഒന്ന് ആക്റ്റീവായി ഒരു പാട്ടൊക്കെ പാടി ഒന്ന് ചിരിച്ചിൽ അത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. വറഹ്മത്തുള്ളാഹി വബറകാത്ത്. 10th ഇയർ ആണ്, ലാസ്റ്റ് ഇയർ ഓഫ് ഹൈസ്കൂൾ. എന്തായാലും ഇൻഷാ അല്ലാഹ് എല്ലാവരെയും അടുത്ത വർഷം കാണും എന്ന് വിചാരിക്കുന്നു. ഈ വർഷത്തെ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കുറേ വട്ടം ട്രിപ്പ് ഈ സ്കൂളിൽ നിന്ന് പോയിക്കണം. വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ട്രിപ്പ് ഈ വർഷമാണ്. പാർവതി മാം, ഇംഗ്ലീഷ് പാർവതി മാമിനെ എനിക്ക് ഭയങ്കര ക്ലോസ് ആയേ വെച്ച മാമാണ് ഞങ്ങളെ മെൻറ്റർ. അത് മാത്രമല്ല മാമിൻ്റെ ഫാത്തിമിൻ്റെ റൂമത്തെ അടികൾ ആണ് ഏറ്റവും ഫേവറേറ്റ്. ടാഗറാണ്. വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയല്ല. താങ്ക് യു. അസ്സലാമലൈക്കും. +1 ഞാൻ ട്രിപ്പ് പോയിക്കില്ലേനു. അപ്പോൾ എല്ലാവരും പറഞ്ഞ് അടിപൊളി ട്രിപ്പേനു, നിങ്ങൾക്ക് മിസ്സായി. അപ്പം ഞാൻ വിചാരിച്ചു +2 എന്തായാലും നിങ്ങളപ്പുറം എന്തായാലും വരണമെന്ന് വിചാരിച്ചു. ട്രിപ്പ് വന്നു, അടിച്ചു പൊളിച്ച് അടിപൊളിയായിരുന്നു. നല്ല മെമ്മറീസ് ഉണ്ടാക്കി ഈ 2 വർഷം. പിന്നെ +1 ജോയിൻ ആക്കി, പുതിയ ആൾക്കാർ വന്ന്. പിന്നെ +1 2 മാസമായപ്പം ഞാൻ വാപ്പാനെ വിളിച്ചിട്ട് ഇവിടെ പറ്റൂല, ഞാൻ തിരിച്ചു പോവാണ്, ചെന്നൈ തന്നെ തിരിച്ചു പോവാണെന്നെല്ലാം പറഞ്ഞ്. പിന്നാണ് മനസ്സിലായത് നിങ്ങളൊക്കെ അടിപൊളിയാണെന്നും പിന്നെ ഇനി തിരിച്ചു പോയിക്കുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടൂല എന്നും മനസ്സിലായി. +1 എല്ലാവരും അടിപൊളിയായി, എല്ലാവരും നല്ല കമ്പനിയായി. പിന്നെ ക്ലാസ്സിൽ നല്ല എന്താ പറയുക കണക്ഷൻ ഉണ്ടായി. പിന്നെ 10th മർജാന് ഭയങ്കര ഗുണ്ടാന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അങ്ങനെ ഒന്നുമല്ല, മർജാൻ അടിപൊളിയാണ്. പിന്നെ ആരാ ഫഹദ് 10th നോക്കി പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ +1 വന്നപ്പോ ഫഹദ് അടിപൊളിയായി.
പിന്നെ വേറെ ആരാ, ഷാദിന്, അതേപോലെ തന്നെ ഷെബു 10th എൻ്റെ ക്ലാസ്സിലെന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷെ പ്ലസ് വണ്ണിലും പ്ലസ് 2 ആയപ്പം അടിപൊളി നല്ലൊരു വോയിസ് ആണ്. പിന്നെ ഗേൾസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര വൈബുള്ള ഗേൾസും ഇത്ര കണക്ഷൻ ഉണ്ടാക്കിയാൻ പറ്റിയ ഗേൾസും എവിടെയും കിട്ടിയിട്ടില്ല. എടുത്തു പറയുകയാണെങ്കിൽ ചമ്പ്രിനെ എടുത്ത് പറയണം കണക്ഷൻ ഉണ്ടാക്കിയതേര്. പിന്നെ ടീച്ചേഴ്സ്, എനിക്ക് 2 പാറസും ഒരേപോലെയാണ്, അടിപൊളിയാണ്. പിന്നെ ഇംഗ്ലീഷ് പാറുനാമിനെ അറിയണമെങ്കിൽ പാറുനാമിന്റെ റൂമിൽ തന്നെ പോണം, വൈബാണ്. പിന്നെ ഇന്റെ കൊമേഴ്സ് പാർവതി മാം എന്താ പറയണ്ട അറിയില്ല, അടിപൊളിയാണ്. +1 ആണ് മാമിന്റെ ബെസ്റ്റീസ് അല്ലേ മാമ്? പിന്നെന്താ അടിപൊളി. ഞാൻ ആഷിഖ് സാറിനെ വെച്ച് പറഞ്ഞില്ല, ജലാൽ ഉസ്താദ് പാവാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനിതുവരെ ആഷിഖ് സാർ ലീവ് ചോദിക്കാൻ പോയാല് കാല് പിടിക്കണം, അങ്ങനെ ആ ചിരിച്ച മുഖത്തോടെ തന്നെയാണ് നോന്ന് പറയാ. പിന്നെ സിയാദ് സാർ അടിപൊളിയാണ്. ടെൻത്ത് അവസാനത്തെ ട്രിപ്പും 12th അവസാനത്തെ ട്രിപ്പും നല്ല ഡിഫറൻസ്. 10th അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെയിം സ്കൂളിൽ സെയിം ക്ലാസ്സിലാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 12th അവസാനത്തെ ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരേ ക്ലാസ്സിൽ പോയിട്ട് ഒരേ കോളേജിൽ വരെ ആവാൻ നല്ല ചാൻസ് ഇല്ല, ഭയങ്കര ലോ ചാൻസ്. അപ്പോൾ ഇതാണ് നമ്മൾ 12th അവസാനത്തെ ട്രിപ്പ്. നമ്മളെ നല്ല വൈബാക്കണം. ലാസ്റ്റുള്ള കുറച്ച് നിമിഷങ്ങൾ ആണിത്. ബാക്കി ആ ടൈമും കൂടി നമ്മൾ നല്ല വൈബാക്കണം. മാക്സിമം എല്ലാവരും ട്രിപ്പ് വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, കുറേ ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല. പക്ഷെ എല്ലാവരും വെച്ചപ്പോൾ അഡ്ജസ്റ്റ് ആക്കാം, അതേ പറ്റുള്ളൂ. സോ मेरा जीवन मेरी हो हाथ मेरा थाम ले दिल में बसे आरज़ू मांद पड़ता चांद भी तू जो बैठे रूबरू तेरे नैनों की तकमला तुझको देखूं चार सू കാര്യം പറയാനുള്ളൂ. ഞാൻ കഴിഞ്ഞ 9 വർഷമായിട്ട് എന്തൊക്കെയോ കാണിച്ചോട്ടി ആദ്യം പറഞ്ഞ പോലെ ജീവിക്കാൻ പറഞ്ഞിട്ട് ഇവിടെ വന്നതിന് ഞങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ പാടും ഞാൻ അറിഞ്ഞ് സത്യം. എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ എത്ര ദൂരത്തിലാണോ ആറ്റക്കിളിയുടെ നോക്കും പറച്ചിലും പുഞ്ചിരിയും കൊച്ചുനുണക്കുഴിയും ആ ഇഷ്കിൻ്റെ ദിക്കുവിളക്കിൻ വെളിച്ചമാണുള്ളിന്നിരുട്ടറയിൽ ആ കണ്ണിൻ്റെ തുമ്പത്തെ തുള്ളിയാണെന്നുടെ കൽപ്പിൻ മരുപ്പറമ്പിൽ
ढूंढ दे सामने जिस रांझण ढूंढ दे सामने ओ रांझण में पाया सोना सजन करया मेरा सोना सजन करया मेरा सोना सजन करया तू सरल मिल दो बता सोना सजन करया मेरा सोना सजन करया सजन करया न फिक्र फरदा न गमे माज़ी न फिक्र फरदा न गमे माज़ी मैं खुदा की हर रज़ा में राज़ी न फिक्र फरदा न गमे माज़ी उसने ही बनाए ये कोसार ऊंचे ऊंचे गलियां चौबार और ये कूचे कूचे उसने ही बनाए ये कोसार ऊंचे ऊंचे गलियां चौबार और ये कूचे कूचे उसके ही दम से चले ये सारा जहां क्यों तू फिक्र करे मेरी जान न फिक्र फरदा न गमे माज़ी न फिक्र फरदा न गमे माज़ी मैं खुदा की हर रज़ा में राज़ी न फिक्र फरदा न गमे माज़ी
അസ്സലാമലൈക്കും. ഉപദ്രവം ദോഷമൊന്നും ഇല്ലാതെ നിൽക്കണോണ്ട് ഫൈനലായിട്ട് എന്തെങ്കിലും ഒരു സാധനം തരാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് ക്യാമറ ഒക്കെ എടുത്ത് വന്നത്. അപ്പം 1-2 മാസമൊക്കെ എടുക്കും, എന്നാലും കഴിയണ പോലെ എന്തെങ്കിലുമൊക്കെ തരുന്നുണ്ട്. ढूंढ दे सा